ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ മഴ തോരും മുമ്പ് സീരിയലിൻ്റെ ഒരു ഫുൾ വിശേഷം ഒന്ന് കേട്ട് നോക്കിയാലോ. നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ, നല്ലൊരു ശുഭദിനവും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ വിശേഷത്തിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഇതിൻ്റെ പ്രൊമോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വലിയ വ്യത്യാസമൊന്നുമില്ല, ഒന്ന് രണ്ട് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ മാറ്റമുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ മനു ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അലീന ഒരു ചായയായിട്ട് ചെല്ലുകയാണ്. അപ്പം അവർ തമ്മിലുള്ളൊരു ഡിസ്കഷനും കാര്യങ്ങളെയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇതിനൊരു തീരുമാനം ഉണ്ടാവാൻ ചാൻസ് ഇല്ല മനുവേട്ടാ, ഞാനപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് പോകണം, എങ്കിൽ മാത്രമേ എനിക്ക് തോന്നുന്നു അമ്മ തിരിച്ച് വീട്ടിലോട്ട് വരുള്ളൂ. കാരണം രോഹിത്തിനും ബബിതയ്ക്കും കൃഷ്ണൻ മോക്കുമൊക്കെ അവർക്ക് അവരുടെ അമ്മ എനിക്ക് തിരിച്ചു കൊടുക്കണം. അതിനിടയിൽ ഒരു വില്ലത്തിയെ പോലെ നിൽക്കുന്നത് ഞാനാണ്. അപ്പം മനു ചോദിച്ചു, നീ എങ്ങോട്ട് പോകാനാ? അഥവാ നീ ഇപ്പോൾ പോണു എന്ന് വെക്കുക, പോയാൽ തന്നെ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് നീ ആലോചിച്ചോ? അല്ല, എന്നോടൊരു അഭിപ്രായമെങ്കിലും നിനക്ക് ചോദിക്കാൻ പാടില്ലേ എന്നൊക്കെ മനു പറഞ്ഞു. അപ്പം നമ്മുടെ അലീന പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല മനുവേട്ടാ. കാരണം ഈ ഒരു കാര്യത്തിൽ തീരുമാനമൊന്നും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മേഡം പിടിക്കുന്ന മുയലിന് 3 കൊമ്പ് അറിയാമല്ലോ, പണ്ടത്തെ ആ വാശിയും ദേഷ്യവും മേഡം ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തായാലും നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് മേഡം ഞാൻ നിൽക്കവേ വരില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറിക്കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ മേഡം തിരിച്ചു വന്നാലായി എന്നുള്ളതാണ് അലീന സംസാരിക്കുന്നത്. അപ്പോൾ മനു ചോദിക്കും, അല്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും നീ തന്നെ തീരുമാനിച്ചെടുത്തു, ഒരു അഭിപ്രായം പോലും ചോദിക്കാൻ നമ്മളോട് കൂട്ടാക്കിയില്ല? അങ്ങനെയല്ല മനുവേട്ടോ. അപ്പോൾ മനു പറഞ്ഞു, വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും പിണങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതല്ല മനുവേട്ട കാര്യം, ഞാൻ ഇവിടെ നിന്നിട്ട് നമ്മൾ ഇത്രയും പോരാടി നോക്കിയിട്ടും അമ്മ അടുക്കുന്ന കൂടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചിട്ട് എൻ്റെ ഒരു മാറ്റം, പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് മനുവേട്ടൻ്റെ സഹായം വേണം. എങ്ങോട്ട്, എവിടെ, എന്തോ എനിക്കറിയില്ല, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അപ്പോഴേക്കും മനു ചോദിച്ചു, എൻ്റെ എന്ത് സഹായമോ വേണ്ട നിനക്ക്? അഥവാ നീ പോകണമെന്ന് വെച്ചാൽ തന്നെ എനിക്ക് എവിടെയെങ്കിലും, ഞാൻ ഇതിനു മുന്നേ മനുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ ജോലി എന്തെങ്കിലും ശരിയാക്കി തരാമോ? അപ്പോൾ മനു പറഞ്ഞു, നമുക്ക് അതൊക്കെ ആലോചിക്കാം എന്തായാലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ ഓരോ കാര്യങ്ങൾ അവരുടേതായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഈ ചായ എന്നും എനിക്ക് സ്ഥിരമാക്കിയാലോ എന്ന്. അപ്പോൾ ഞാനിവിടെ വേലക്കാരിയായിട്ട് സ്ഥിരമായിട്ട് നിൽക്കണമെന്നാണോ? അങ്ങനെയില്ല, അല്ലാണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ മനു പറയും കേട്ടോ. അപ്പോൾ എന്തായാലും അലീനയുടെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു വിഷമം ഇങ്ങനെ വിങ്ങി നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അവരെ 3 പേരെയും കൊണ്ട് മേഡത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നു, എന്നിട്ടും അമ്മ അടുക്കുന്നില്ല. ആ ഒരു സങ്കടമാണ്. ബാലേന്ദ്രൻ അച്ഛനാണെങ്കിലും അടുക്കുന്നില്ല. അപ്പം മനു ആലോചിച്ചിട്ട് ഇതിനൊരു സൊല്യൂഷൻ കിട്ടാൻ ചാൻസ് കുറവാണ് എന്ന് തന്നെ മനുവിനും അറിയാം. കാരണം വെച്ചാൽ രണ്ടും അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആൾക്കാർ ആ രീതിയിലാണ്. ആരും തോറ്റു എടുക്കില്ല, ഒരാളുടെ മുന്നിൽ തോറ്റു കൊടുക്കില്ല, അത് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ ഇതിന് എന്ത് തീരുമാനം എടുക്കേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അത് കഴിഞ്ഞ് നമ്മുടെ കൃഷ്ണമോൾ എഴുന്നേറ്റ് അലീനയെ കിടന്ന് വിളിക്കുകയാണ്. കാരണം രാവിലെ ഒരു ചായ വേണമല്ലോ. അപ്പോൾ അലീന വന്നു, എന്തിനാടി മോളെ നീ വിളിക്കുന്നത്? അതേ, ഇത് നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീടല്ല, ഇത് തറവാട കൈതക്കൽ മാളിക വീട്. അപ്പോൾ ആ കൃഷ്ണമോൾ പറഞ്ഞു, അതെ അലീന ചേച്ചിയെ കാണാഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചല്ലേ, എനിക്കൊരു ചായ തന്നേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന ചായ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോഴും നമ്മുടെ ബബിത എണീറ്റ് വന്നു. പിന്നെ അതിൻ്റെ പുറകെ ഓരോരുത്തരായിട്ട് എണീറ്റ് വന്നു. നമ്മുടെ രോഹിത്ത് വന്നു, രഞ്ജു, അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അലീന ചോദിച്ചു, അല്ല നമ്മുടെ വന്ന കാര്യത്തിന് എന്തെങ്കിലും തീരുമാനം ആവോ? അമ്മയായിട്ട് നിങ്ങൾ സംസാരിച്ചായിരുന്നോ? അപ്പോൾ നമ്മുടെ രോഹിത് പറഞ്ഞു, എന്തായാലും നമ്മൾ ശക്തമായ ഒരു ഭൂരിപക്ഷം നേടി ഇതിനെ എതിർത്ത് നിന്നാലേ പറ്റുള്ളൂ, അല്ലാണ്ട് കാര്യങ്ങളൊന്നും നടക്കാൻ ഒരു ചാൻസും ഇല്ല. അപ്പം അലീന പറയുന്നുണ്ട്, ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒരു ഐഡിയ ഇല്ല, എന്തെങ്കിലും നമ്മൾ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ശിവശങ്കരനെയും കമലയാണ് കാണിക്കുന്നത്. അപ്പോൾ ശിവശങ്കരൻ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി വന്നിട്ട് കമല എഴുന്നേൽക്കുന്നില്ല. അപ്പം ശിവശങ്കരൻ ചോദിച്ചു, ഇതെന്താ ഇന്ന് പതിവില്ലാണ്ട് ഒരു കിടക്കലൊക്കെ? നമ്മുടെ വീട്ടിൽ ഇത്രയും ഗസ്റ്റ് ഉള്ളപ്പോൾ നീ എന്താ ഇങ്ങനെ കിടക്കുന്നത്? അപ്പോൾ കമല പറഞ്ഞു, ഗസ്റ്റല്ല, ഗോസ്റ്റ്. ഇതിനിന്നൊരു തീരുമാനം എടുക്കണം. അടുക്കള ഭരണം അങ്ങ് ഏൽപ്പിച്ചൊക്കെയല്ലേ, ഇന്നെങ്ങാനും പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അടുക്കളയിലോട്ട് കയറുന്നുള്ളൂ എന്ന് കമല പറയും. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, നീ ഇതെന്താണ്? പണ്ടൊക്കെ എനിക്ക് രാമപുരം എന്ന് കേട്ടാൽ അവിടെയുള്ള ആൾക്കാരെയും രാമപുരമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറയും. അതായത് കമലയുടെ നാടാണ്. അതെയോ എന്നിങ്ങനെ കമല പറയുമ്പോൾ, പക്ഷേ ഇപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമില്ല എന്ന് വെച്ചാൽ അത് കമലക്കിട്ടൊന്ന് കൊളുത്തിയതാണ്.
കാരണം എന്ന് വെച്ചാൽ അങ്ങും ഇങ്ങും ഇല്ലാത്ത സ്വഭാവമുള്ള ആൾക്കാരാണ്, മാറി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നിങ്ങനെ ശിവശങ്കരൻ പറഞ്ഞു കേട്ടോ. കമലയെ കളിയാക്കുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കമല പറയണു, ഇതിങ്ങനെ പോയാൽ പറ്റില്ല ശിവേട്ട, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ ഇവിടെ വന്ന് നിന്നതുകൊണ്ട് എന്ത് നേടാനാ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ സമയത്താണ് നമ്മുടെ കൃഷ്ണമോൾ വന്ന ഡോറ് മുട്ടുകയാണ്. അതായത് ശിവശങ്കരനും കമലയ്ക്കുള്ള ചായയും കൊണ്ട് വന്നതാണ്. ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ചായ കൊടുക്കുന്നു. അപ്പോൾ കമല വാങ്ങാൻ മടിച്ചു, എങ്കിലും ഇത് മേടിക്കും, ഞാൻ എന്തായാലും ബെഡിൽ കൊണ്ട് വന്നേയില്ല ആൻറ്റി. അങ്ങനെ അവസാനം കമല മേടിക്കുന്നുണ്ട്. അതിൻ്റെ പുറകെ നമ്മുടെ ബബിത സ്നാക്സും കൊണ്ട് പറഞ്ഞു. ഇതെന്താ ബ്രേക്ക്ഫാസ്റ്റ് ആണോ? അപ്പോഴേക്കും നമ്മുടെ ബബിത പറഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാറും പിന്നെ ചമ്മന്തിയും ഇഡ്ഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ബബിത പറഞ്ഞു, അങ്കിളെ മീൻ മേടിക്കണം, ഒരു ചിക്കൻ മേടിക്കണം, ഒരു 2 കിലോ മട്ടനും മേടിച്ചോളാൻ പറയണം കേട്ടോ. അപ്പോൾ ശിവശങ്കരൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കമലയ്ക്ക് ഇത് കേട്ടിട്ട് ദേഷ്യം വരാം. എൻ്റെ ബബിത പറഞ്ഞു, ഇന്ന് ഫുഡ് ഫെസ്റ്റിവലാണ്, അവിടെ അങ്കിള പോയി മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറയണം കേട്ടോ. എന്നിട്ട് അവരങ്ങ് ഇറങ്ങി പോയപ്പോഴേക്കും നമ്മുടെ കമല ശിവൻ്റെ അടുത്ത് പറഞ്ഞു, അല്ല ഇതെന്നെ കുടുംബം മൊത്തം വെളുപ്പിക്കാനായിട്ടാണ് എല്ലാം കൂടെ വന്നേക്കണത് എന്ന് പറഞ്ഞിട്ട് കമല അങ്ങോട്ട് പുറകുറുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോഴേക്ക് ശിവശങ്കരന് വല്ലതും പറയാൻ പറ്റുമോ? തറവാടാണ്, അവർക്കും കൂടെ അവകാശപ്പെട്ടതാണ്. വന്ന് നിൽക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും കൊടുക്കണ്ടേ, അത് അതിൻ്റേതായ ഒരു ഇതുണ്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നീട് നമ്മുടെ രോഹിത്തും ബബിതയും കൃഷ്ണമോളും എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ ഫ്രണ്ടിൽ ഇരുന്ന് ആലോചിക്കുകയാണ് എന്താ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മനുവും കൂടെ കൂടുന്നുണ്ട്. അപ്പോൾ മനു പറഞ്ഞു, എനിക്കിതിനൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല, എന്തായാലും നിങ്ങളെ ഞാൻ അധികം പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്നതൊന്നുമില്ല. അപ്പോൾ നമ്മുടെ രോഹിത്ത് പറഞ്ഞു, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും നല്ല മോട്ടിവേഷൻ തരുന്ന ആളാണല്ലോ, ഇപ്പോൾ പിന്നെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിങ്ങനെ രോഹിത്ത് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മനു പറഞ്ഞു, ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് വലിയ ഐഡിയ ഒന്നും കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ രണ്ട് എതിരാളികളും ഒന്നിനൊന്നും മെച്ചമാണ്, ഒരാളുടെ മുന്നിൽ അടിയറവ് വെക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോൾ അതിൻ്റെ ഇടയിൽ 1-2 കമൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കമൻറ്റൊക്കെ അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബബിത പറഞ്ഞു, എന്തായാലും നമുക്കിതിനൊരു തീരുമാനം എടുത്തല്ലേ പറ്റുള്ളൂ മനുവേട്ട. അപ്പോൾ നമ്മുടെ രോഹിത്ത് മനുവിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല മനുവേട്ടൻ പറഞ്ഞല്ലോ അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ, ഒന്നുകിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനോ, എല്ലാവരും കൂടെ ആകുമ്പോൾ ചിലപ്പോൾ അമ്മയോട് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു മാറ്റം വന്നാലോ. അപ്പം മനു പറഞ്ഞു, ഞാൻ എന്തായാലും അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ, എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിക്കണം എന്നൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പം രോഹിത്ത് ഞാനും മനുവേട്ടൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോകും. അപ്പം ബബിതയും കൃഷ്ണമോളും അലീന കിച്ചണിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഞാനും കൂടെ ചെല്ലട്ടെ എന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും കിച്ചണിലോട്ടും പോവുകയാണ്. അപ്പം നമ്മുടെ രഞ്ജുവിൻ്റെ വാദം ഇത്രയേ ഉള്ളൂ, എൻ്റെ റൂം കയ്യേറിയിട്ടുണ്ട് ആൻറ്റി, അതെനിക്ക് തിരിച്ച് കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മനു പറഞ്ഞു, എന്തായാലും നിനക്ക് റൂം തിരിച്ച് കിട്ടും, പക്ഷേ ആൻറ്റി തറവാങ്ങോ നെടുമ്പുരക്കൽ വീട്ടിലോട്ട് പോകുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല, റൂമൊക്കെ നിനക്ക് എന്തായാലും കിട്ടും, അതിൽ നീ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ മനു രഞ്ജുവിനൊരു ഇതൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ വൈജ കിച്ചണിൽ വരെയാണ്. കിച്ചണിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോള് തേങ്ങ ചിരകണു, ബബിത ചപ്പാത്തിക്ക് കുഴയ്ക്കണു, അലീന വേറെന്തൊക്കെയോ ജോലിയിലാണ്. അപ്പോൾ നമ്മുടെ വൈജയന്തി വന്നിട്ട് ചോദിക്കും, അല്ല നിങ്ങളെന്താ ഇവിടെ ചെയ്യണേ? അപ്പം ബബിത പറഞ്ഞു, ചപ്പാത്തി കുഴയ്ക്കണു, ചോറും കറിയും വെക്കണു, എന്തേ അമ്മയെന്ന് ചോദിക്കും. അല്ല നിങ്ങൾക്കൊന്നും ബോധമില്ലേ, നിങ്ങൾ ഈ കിച്ചണിൽ കയറുന്നത് തന്നെ കമലേട്ടത്തേക്ക് ഇഷ്ടമുണ്ടല്ലോ, നിങ്ങൾ വന്ന് നിൽക്കണത് എന്നെ കമലേട്ടത്തേക്ക് ഇഷ്ടമില്ല, നിങ്ങൾ എന്തിനാ ഈ കിച്ചണിൽ രാവിലെ തന്നെ കയറിയത്? അപ്പോൾ നമ്മുടെ ബബിത പറഞ്ഞു, അത് കൊള്ളാം, അമ്മ എന്താ ഈ പറയണേ, രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ഗ്ലാസ് ചായ പോലും കിട്ടാത്തതുകൊണ്ട് അലീന ചേച്ചി കയറി ചായ ഇട്ടു, ഞങ്ങൾക്ക് വിശക്കില്ല, ഇവിടെ വന്ന് ഞാൻ പട്ടിണി കിടക്കണോ? എടി അതല്ല, ഇവിടെ വന്ന് അങ്ങനെ കിച്ചണൊക്കെ അപഹരിച്ച് നിൽക്കണു എന്നൊരു ഇത് കമലേട്ടത്തേക്ക് വരും. കമലേട്ടത്തേക്ക് ദേഷ്യമാണ്. അപ്പം നമ്മുടെ കൃഷ്ണമോൾ പറഞ്ഞു, ആൻറ്റിക്ക് എന്തായാലും ഇന്ന് പനിയോ മേലുവേദനയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, കാരണം ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, ചായ ഞങ്ങൾ അങ്ങോട്ടോ കൊണ്ട് കൊടുത്തതെന്ന് കൃഷ്ണമോള് പറയും. അപ്പം നമ്മുടെ വൈജ പറയുന്നുണ്ട്, അതെ നിങ്ങൾ ഇവിടെ നിന്നിട്ട് എന്ത് കാണിച്ചിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ വീട്ടിലേക്ക് പോകും, നിങ്ങൾക്ക് സ്കൂളിലും കോളേജിലൊന്നും പോകണ്ടേ? അപ്പോൾ ബബിത പറഞ്ഞു, അമ്മേ ഞങ്ങൾ കോളേജിൽ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, കോളേജ് കുറച്ച് ദിവസത്തേക്ക് അടയ്ക്കാനും സ്കൂൾ കുറച്ച് ദിവസത്തേക്ക് അടയ്ക്കാനും. നമ്മുടെ വൈജ ഒന്ന് കളിയാക്കി പറഞ്ഞതാണ്, കാരണം ഇതിനൊരു തീരുമാനം എത്തട്ടെ, എന്നിട്ട് ഞങ്ങൾ ഇനി
ഇവിടെ നിന്ന് മാറണുള്ളൂ, ഇല്ലെങ്കിൽ ഇക്കൊല്ലം തോറ്റു പോകും എന്ന് കൃഷ്ണമോള് പറഞ്ഞു. തോറ്റോട്ടെ, എന്നാലും കുഴപ്പമില്ല, എൻ്റെ അമ്മ ജയിച്ചാൽ മതി എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ വൈജയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരാം കേട്ടോ. വൈജ എല്ലാത്തിനും ഇങ്ങനെ തുറിച്ചൊരു നോട്ടം അങ്ങോട്ട് നോക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഫുൾ വിശേഷത്തിൽ പറയാനുള്ളത്. പിന്നെ നാളത്തേൽ നമ്മുടെ ടോണിയും മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടി എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ഷെറിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. ഷെറിൻ ടോണിയെ കാണുമ്പോഴത്തേക്ക് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്ന സീനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഷെറിൻ്റെ ആങ്ങളച്ചൻ ചോദിക്കുന്നുണ്ട്, ഒരു കൊല്ലമായി ഇവിടെ കൊണ്ടുവന്ന് എറിഞ്ഞിട്ട് നീ പോയത്, ഇപ്പോഴാണോ നീ ഷെറിനെ ഓർത്തേന്ന് ടോണിയുടെ അടുത്ത് ചോദിക്കുന്ന സീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഷെറിൻ്റെ അപ്പച്ചൻ വരുന്നുണ്ട്. അപ്പോൾ ഷെറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ട്. ടോണിക്ക് ഷെറിനെ ജീവിതത്തിലോട്ട് തിരിച്ച് വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ടോണി നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊരു നല്ല കാര്യത്തിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ പുതിയ വിശേഷമൊക്കെ ഇന്നത്തെ രാത്രി പ്രൊമോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.